ശ്രീ കെ എം ഷാജഹാൻ, ഇവിടെ ഈ വിലാപയാത്ര സമയത്ത് ഈ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര സമയത്തും ഏതാണ്ട് ഇതേ രീതിയിലുള്ള കാഴ്ചയായിരുന്നു MC റോഡ് വഴി കണ്ടത്. പ്രമുഖ നേതാക്കളൊക്കെ മരിക്കുമ്പോൾ അവരുടെ വിലാപയാത്രയിലും പൊതുദർശനത്തിലുമൊക്കെ ആളുകൾ കൂടാറുണ്ട്. അത് എല്ലാ കാലത്തും നമ്മൾ കണ്ടുവരാറുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പോൾ ഇവിടെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ തന്നെ താങ്കൾ പറഞ്ഞു. ഇവിടെ പാർട്ടി മുദ്രാവാക്യങ്ങളല്ല മുഴക്കുന്നത്. ഇവിടെ VS എന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ മാത്രമാണ്. അതിലെ കൂട്ടിച്ചേർക്കലുകളിൽ പാർട്ടിയുടെ പേര് പോലും പലരും പറയുന്നില്ല, അല്ലെ? പല മുദ്രാവാക്യങ്ങളിലും. മഞ്ജുഷ, ഇതിൽ ഞാൻ 2006 കാര്യം പറഞ്ഞു. 2006 VS മുഖ്യമന്ത്രിയാക്കി. മുഖ്യമന്ത്രിയായിട്ട് 2011 വരെയുള്ള VS യഥാർത്ഥത്തിൽ ആരായിരുന്നു? യഥാർത്ഥത്തിൽ VS അന്ന് മുഖ്യമന്ത്രിയല്ല, VS ഒരു തടവുകാരനായിരുന്നു. VS പാർട്ടി സെക്രട്ടറിയുടെ ഒരു തടവുകാരനായിരുന്നു. പാർട്ടി സെക്രട്ടറി പറയുന്ന ഫയലിൽ ഒപ്പിടുക എന്നുള്ളതായിരുന്നു VSന്റെ ജോലി 2006 മുതൽ 2011 വരെ. 2011 എന്താ സംഭവിച്ചത്? 2011 തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി നേതൃത്വം ഈ പിണറായി വിജയനൊക്കെ നടത്തിയിട്ടുള്ള കുൽസിത ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അന്ന് തുടർഭരണം കിട്ടാതെ പോയത്. 4 സീറ്റിൽ എങ്ങനെയാണ് തോറ്റതെന്ന് നമുക്കറിയാം. അങ്ങനെ തുടർഭരണം കിട്ടാതെ പോയി. 2016 എന്താ ചെയ്തത്? 91 വയസ്സുകാരനായിട്ടുള്ള VSനെ 140 മണ്ഡലങ്ങളിലും കെട്ടി എഴുന്നള്ളിച്ചു. 140 സ്ഥാനാർത്ഥികളും VSനെ പടം വെച്ച് ഫ്ലക്സ് വെച്ചു. വൻ ഭൂരിപക്ഷം കിട്ടി. VSനെ മുൻനിർത്തി നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് വൻ ഭൂരിപക്ഷം കിട്ടിയത്. സ്വാഭാവികമായും 92 വയസ്സുകാരനായിട്ടുള്ള VSന് ഒരു 6 മാസത്തേക്കെങ്കിലും ഒരു മുഖ്യമന്ത്രിയായിരിക്കാനുള്ള ഒരു അനുവാദം കൊടുക്കേണ്ടതായിരുന്നില്ല. അത് സാമാന്യ മര്യാദയല്ലേ? VS പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ? VS ഈ പാർട്ടി ഉണ്ടാക്കിയവനല്ലേ? ഈ പാർട്ടി പിളർന്നപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോയ 32 പേരിൽ അവസാനത്തിൽ കൊടുത്തില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ 2000 മുതൽ 2001 മുതൽ 2016 വരെ VSനെ പീഡിപ്പിച്ചതിനുള്ള മറുപടി, VSനെ ഹരാസ് ചെയ്തതിനുള്ള മറുപടി, VSനെ മൂലക്കിരുത്തിയുള്ള മറുപടി, അവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയുമായി ബന്ധം വരുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര ഇതുപോലെ തന്നെ 10,000-കണക്കിന് ആളുകളായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയോടും പ്രതികരിച്ചത്. ഒരുപക്ഷെ സ്നേഹവായ്പിൻ്റെ കാര്യത്തിൽ രണ്ടും തുല്യമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അവിടെയും യഥാർത്ഥത്തിൽ ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരം അതിലുണ്ടായിരുന്നു. എന്താ കാരണം? ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടി, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ഇല്ലാ കഥയുള്ള സോളാർ ക്രമക്കേട് പറഞ്ഞ് അതിഭീകരമായി പീഡിപ്പിക്കുകയല്ലേ ചെയ്തത് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ? ആ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ അതിഭീകരമായി പീഡിപ്പിച്ചു. എന്തൊക്കെ ആരോപണങ്ങൾ ആ പാവപ്പെട്ട മനുഷ്യനെതിരെ ഉന്നയിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധം, അതിൻ്റെ ഒരു പ്രതിഷേധം, അതിൻ്റെ ഒരു ചെറുത്തുനിൽപ്പ്, അതും ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മഹാമനുഷ്യൻ്റെ വിലാപയാത്രയിൽ നമ്മൾ കണ്ടെങ്കിൽ VS അച്യുതാനന്ദനെ ഏതാണ്ടൊരു 1/4 നൂറ്റാണ്ടോളം കാലം ഈ പാർട്ടി നേതൃത്വം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പീഡിപ്പിച്ചതിനെതിരായിട്ടുള്ള മറുപടി, ആ മറുപടിയുടെ ഭാഗമായിട്ടാണ് മഞ്ജുഷ പറഞ്ഞത്. 24 മണിക്കൂറെടുത്ു തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരെ ഈ വിലാപയാത്ര വരാൻ. എവിടെയെങ്കിലും CPM എന്ന് പറയുന്നത് കേട്ടോ മഞ്ജുഷേ? ഞാൻ എൻ്റെ അനുഭവം പറയാം. VSൻ്റെ മരണവാർത്ത ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് SUT ആശുപത്രിയിൽ ഞാനുണ്ട്. VSൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് ആംബുലൻസിലേക്ക് കയറ്റിയപ്പോഴാണ് ആദ്യം മുദ്രാവാക്യം വിളികൾ ഉയർന്നത്. ഏതാണ്ട് 100-100 ആളുകൾ കണ്ണേ കരളെ VS എന്ന് പറഞ്ഞിട്ട് ആ മുദ്രാവാക്യം വിളി. ആ മുദ്രാവാക്യം വിളി നടക്കുമ്പോഴും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിലാണ് വിളി. അതൊരു 15-20 മിനിറ്റ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ മുദ്രാവാക്യം വിളിക്കുന്ന ആളുടെ ചെവിയിൽ പോയി ആരോ എന്തോ മന്ത്രിച്ചു. എന്താ മന്ത്രിച്ചെന്നറിയാമോ? പിന്നീടാണ് മനസ്സിലായത്. CPM എന്ന് വിളിക്കാൻ. അത് പറഞ്ഞ ഉടനെ അയാൾ CPM സിന്ദാബാദ്, CPM സിന്ദാബാദ് 2 പ്രാവശ്യം വിളിച്ചിട്ട് വീണ്ടും കണ്ണേ കരളെ എന്നുള്ള മുദ്രാവാക്യത്തിലേക്ക് മാറി. ഞങ്ങളത് കഴിഞ്ഞ് AK സെൻ്ററിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ 1000-കണക്കിന് ആളുകൾ കൂടി നിൽക്കുകയാണ് അവിടെ. വികാര തീവ്രമായി അവിടെയും വിളിക്കുന്നത് കണ്ണേ കരളെ VS, ഞങ്ങളുടെ ചങ്കിലെ ചോര, അമരൻ, മരണമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെയും CPMനെ കുറിച്ചിട്ടുള്ള വിളിയില്ല. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ ലക്ഷക്കണക്കിന് കണ്ഠങ്ങളിൽ നിന്ന്, തൊഴിലാളികളിൽ നിന്ന്, മിഡിൽ ക്ലാസ് സ്ത്രീകളിൽ നിന്ന്, കുഞ്ഞു കുട്ടികളിൽ നിന്ന്, ചെറുപ്പക്കാരിൽ നിന്ന്, വന്ധ്യവയോധികരിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന മുദ്രാവാക്യത്തിൽ എവിടെയെങ്കിലും VS CPMൻ്റെ സ്വത്താണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ കാരണം? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ CPMനെ വളർത്താൻ വേണ്ടി, CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ബഹുജന അടിത്തറ ശക്തിപ്പെടുത്താൻ വേണ്ടി VS നടത്തിയിട്ടുള്ള ഉജ്ജ്വലവും ഉദാത്തവുമായിട്ടുള്ള പോരാട്ടങ്ങൾ എല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് VSനെ ഒറ്റപ്പെടുത്തി മൂലക്കിരുത്തുകയായിരുന്നു. അതിൻ്റെ പ്രതിഷേധവും പ്രതിരോധവുമാണ്
അതിൻ്റെ എതിർപ്പാണ്, അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ആബാലവൃദ്ധം ജനങ്ങൾ വി എസിന് ഷാജഹാൻ, എന്തായാലും വി എസിന്റെ നിലപാടുകൾക്കുള്ള അംഗീകാരം കൂടിയാണിത്. വി എസ് ഒരു ബദലായിരുന്നു എല്ലാ കാര്യത്തിലും. അത് പാർട്ടിയിലാണെങ്കിലും പാർട്ടിക്ക് വെളിയിലുള്ള കാര്യങ്ങളിലായാലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ഒക്കെ എല്ലാത്തിടത്തും വി എസ് ഒരു ബദലായിരുന്നു. ബദൽ നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത് സമൂഹം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം കലഹിച്ചിരുന്നു, അദ്ദേഹം ചെറുത്തു നിന്നിരുന്നു, പരാജയപ്പെട്ടിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ ഉയർത്തെഴുന്നേക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ശ്രീ ജോൺ